അസ്സലാമലൈക്കും, വെൽക്കം ടു സൂസ് Peppercandy. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്ന് ഒരു തിങ്കളാഴ്ച രാവിലത്തെ ഒരു ഹറിബറി ഒഴിവാക്കാനായിട്ടുള്ള ഒരു 12 ടിപ്സുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുൻപ് ഞാൻ സിമിലർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് വാ. ഇതൊക്കെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആകുന്നെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ അതൊക്കെ ചെയ്ത് തീർക്കാനുള്ളൊരു ഉത്സാഹം തോന്നാറുണ്ട്. എന്നെപ്പോലെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ടെന്നറിയാം. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഡ്രസ്സ് അയൺ ചെയ്യലും ഫോൾഡ് ചെയ്ത് വെക്കലും ഒക്കെ. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണിത്. ഒരാഴ്ചത്തേക്കുള്ള യൂണിഫോമും ഓഫീസ് വെയറും എല്ലാം നമ്മൾ നേരത്തെ ഇതുപോലെ അയൺ ചെയ്ത് വെക്കുവാണെങ്കിൽ അത് ടൈം മാത്രമല്ല, നമ്മുടെ മണി സേവ് ചെയ്യാനും അത് ഭയങ്കര ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ്. എൻ്റെ അയണിങ് ബോർഡ് പൊട്ടിപ്പോയിട്ടോ, അത് കാരണം ഞാനിപ്പോൾ ബെഡിലിട്ടാണ് ഇത് അയൺ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനെല്ലാം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ജോലിയും എല്ലാ ടാസ്ക്കും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സൺഡേ രാത്രി തന്നെ എല്ലാ ഡ്രസ്സും അയൺ ചെയ്ത് വെക്കണമെന്നില്ല. പക്ഷേ തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ചിരുന്നാൽ രാവിലെയുള്ള ഹറിബറി ഒഴിവാക്കാനായിട്ട് വളരെ സഹായിക്കും. ഇത് ലിൻഡ് റോളർ. കഴിഞ്ഞ ടൈം മാനേജ്മെൻറ്റ് ടിപ്സിൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. കുറേ പേര് ഇത് വാങ്ങി അവർക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം. ഇത് ഈ വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകുമ്പോൾ ഇതുപോലെ വെള്ളപ്പൊടികളോ നൂലിഴകളോ ഒക്കെ പൊങ്ങിയിരിക്കുന്ന കാണാമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ലിൻഡ് റോളർ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. ഇനി പ്രിൻ്റഡ് ടീഷർട്ട്സൊക്കെ അയൺ ചെയ്യുമ്പോൾ ഒരു ടിപ്പ്, അത് നമ്മൾ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് നമ്മൾ അയൺ ചെയ്യുന്നതിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. തിരിച്ചിട്ട് അയൺ ചെയ്യുമ്പോൾ പ്രിൻ്റുള്ള ഭാഗത്തെ ചുളിവുകൾ മാറിക്കിട്ടും. ഞാൻ മുൻപ് പറഞ്ഞല്ലോ, ഒരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. വീണ്ടും റെപ്പറ്റീഷനായിട്ട് പലർക്കും തോന്നാം. മറ്റൊന്നും കൊണ്ടല്ല, എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ എടുത്തേക്കാം. ആർക്കെങ്കിലുമൊക്കെ ഇത് കാണാനായിട്ട്, അതായത് പുതിയ സബ്സ്ക്രൈബേഴ്സ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിരുന്നാൽ തന്നെ നമ്മുടെ വലിയൊരു ജോലിയാണ് ഒഴിവായി കിട്ടുന്നത്. വീക്ക് ഡേയിലേക്കുള്ള ഡ്രസ്സ്, അതായത് യൂണിഫോംസും ഓഫീസ് വെയറും മാത്രമേ ഞാൻ കൂടുതലായിട്ടും വീക്കെൻഡിൽ അയൺ ചെയ്ത് വെക്കാറുള്ളൂ. അതായത് സൺഡേ അയൺ ചെയ്ത് വെക്കാറുള്ളൂ. ലഞ്ച് ബോക്സസ്, വാട്ടർ ബോട്ടിൽസ്, ലഞ്ച് ബാഗ് ഇതെല്ലാം നേരത്തെ എടുത്ത് വെച്ചിരുന്നാൽ തിങ്കളാഴ്ച രാവിലത്തെ ആ ഒരു അന്വേഷിച്ച് നടക്കുന്ന ജോലി ഒഴിവാക്കി കിട്ടാം. ഉദാഹരണത്തിന് രാവിലെ കറി എടുക്കാൻ നോക്കുമ്പോഴേക്കും കറി വിളമ്പുന്ന പാത്രം കാണില്ല. അപ്പോൾ അതൊക്കെ നേരത്തെ ഒരുമിച്ചെടുത്ത് വെച്ചിരുന്നാൽ നമ്മൾ ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ലഞ്ച് കൊടുത്തിടുന്ന ടവലും ഒന്നെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കാം. ഇതൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. എവറിത്തിങ് ഹാസ് എ പ്ലേസ് ആൻഡ് എവറിത്തിങ് ഈസ് ഇൻ ഇറ്റ്സ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, നമ്മളെ എല്ലാ സാധനങ്ങളിലും ഒരു പ്രത്യേകമായിട്ടൊരു സ്ഥാനം കൊടുക്കുക. അത് കുട്ടികളെയും ശീലിപ്പിച്ച് വരിക. ഇപ്പം നമുക്ക് സൺഗ്ലാസസ് വെക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. മാസ്ക് വയ്ക്കാനൊരു പ്രത്യേക സ്ഥലം, സോക്സ് വയ്ക്കാനൊരു പ്രത്യേക സ്ഥലം, ടൈയും ബെൽറ്റും അതൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ. അതായത് കുട്ടികൾക്ക് എപ്പോഴും അറിയണം ഇത് അവിടെ ഉണ്ടാകും. നമ്മളത് എടുത്തു കൊടുക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്ക് തന്നെ എടുക്കാൻ പറ്റും. സോക്സ് എല്ലാം പെയർ ചെയ്ത് തന്നെ വെക്കുക. ഒരാഴ്ചത്തേക്കുള്ള സോക്സ് പെയർ ചെയ്ത് വെച്ചിരുന്നാൽ ടൈം സേവ് ചെയ്യാൻ അത് ഒരു വളരെ ഉപകാരപ്രദമായിരിക്കും. സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ ടൈയും ബെൽറ്റും ഒരു നിശ്ചിത സ്ഥാനത്ത് ഊരി വെച്ചിരുന്നാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അത് അന്വേഷിച്ച് നടക്കണ്ട. അടുത്തത് ഷൂ പോളിഷിങ് എൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെയ്യാറുള്ളത് മക്കൾ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഷൂ പോളിഷിങ് വലുതായിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്ന കാരണം. അത് കാരണം ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉത്സാഹമാണ്. പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക്. ക്ലീൻ ആസ് യു ഗോ. നമ്മൾ ബെഡ് മേക്കിംഗ് ആണ് ക്ലീനിങ്ങിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീക്കെൻഡിൽ നമ്മൾ ബെഡ് ഒരു ഫിറ്റഡ് ഷീറ്റ് വിരിച്ചിടുവാണെങ്കിൽ നമുക്ക് അധികം റിങ്കിൾസ് ഒന്നും ബെഡിലുണ്ടാവത്തില്ല. അപ്പോൾ ക്ലീനിങ് ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെയിലി രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു 15 മിനിറ്റ് റൂമെല്ലാം ഒന്ന് പൊടിയൊക്കെ തട്ടി
എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ഒന്ന് ക്ലീനാക്കി ഇട്ടിരുന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പം അപാര പോസിറ്റിവിറ്റി ആയിരിക്കും കേട്ടോ. ഇനി എല്ലാ ദിവസവും എല്ലാ റൂമും ക്ലീൻ ചെയ്യാനും നിൽക്കേണ്ട. സമയമില്ലാത്തവരാണെങ്കിൽ വീക്ക് ഡേയിൽ ഓരോ ദിവസവും ഓരോ റൂമിന് വേണ്ടി ടൈം അലോട്ട് ചെയ്യുക. അതായത് തിങ്കളാഴ്ച കിഡ്സ് റൂം, ചൊവ്വാഴ്ച മാസ്റ്റർ ബെഡ്റൂം, ബുധനാഴ്ച ബാത്റൂം, അങ്ങനെ ഓരോ റൂമിനും ഓരോ ദിവസം അലോട്ട് ചെയ്താൽ നമുക്ക് ഒത്തിരി ബേർഡനായി തോന്നത്തില്ല ക്ലീനിങ്. അതുപോലെ നമ്മുടെ വർക്ക് സ്പേസ്, അത് കിച്ചൺ ആകട്ടെ അല്ലെങ്കിൽ സ്റ്റഡി ടേബിളോ അതല്ലെങ്കിൽ ഓഫീസ് ടേബിളോ ഒക്കെ ആകട്ടെ, നല്ല ക്ലീനായി കിടന്നിരുന്നാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഒത്തിരി കൂടുതലായിരിക്കും. മേക്ക് ഷുവർ ഓൾ ബാഗ്സ് ആർ പാക്ഡ്. കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗെല്ലാം ടൈം ടേബിൾ തലേദിവസം തന്നെ അടുക്കി വെച്ചിട്ട് വെക്കാൻ നോക്കുക. അതുകൂടാതെ ഇതുപോലെ എന്തെങ്കിലും കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ ആ വീക്കിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ അതിൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ സ്വിമ്മിങ്ങിനാണ് എൻ്റെ മക്കൾ പോകുന്നത്. അപ്പോൾ സ്വിമ്മിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കും. ഇത് ഞാൻ തന്നെ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ മക്കളായാലും ചെയ്യും. അത് കാരണം കുട്ടികൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്, അതൊക്കെ എടുത്തു വെക്കാനും അവരുടെ റെസ്പോൺസിബിലിറ്റി തന്നെ ആയിട്ട് എടുക്കുക. എല്ലാം നമ്മൾ പേരൻസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്കത് വലിയ ബേർഡനായിട്ട് തോന്നും. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഒരാഴ്ചത്തേക്കുള്ള എല്ലാ മസാലകളും അല്ലെങ്കിൽ ഒരു പാൻട്രിയിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഫില്ല് ചെയ്ത് വെക്കുക. അങ്ങനെ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചാലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു കറി വെക്കുമ്പോഴായിരിക്കും കാണുമ്പോൾ ഗരം മസാല തീർന്നു എന്നറിയുന്നത്. അപ്പോൾ അത് ആ സമയത്തിന് ഗരം മസാല ഉണ്ടാക്കി പൊടിച്ചെടുത്തിടുന്നതിനേക്കാൾ നമ്മൾ നേരത്തെ ഗരം മസാല ഉണ്ടാക്കി വെച്ചിരുന്നാൽ, ആ ഒരാഴ്ചത്തേക്കുള്ള ഗരം മസാല ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമ്മുടെ ജോലി എളുപ്പമാവില്ലേ. ഇനി സ്നാക്സ് കോർണർ. ഇത് വർക്കിംഗ് മദേഴ്സിനും അല്ലെങ്കിൽ ബിസി ആയ മദേഴ്സിനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഇത്. ഇങ്ങനൊരു സ്ഥലം നിങ്ങൾ സ്ഥിരമായിട്ട് സെറ്റ് ചെയ്യുക. കുട്ടികൾക്ക് ഫുഡ് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് ഇങ്ങനത്തെ അൺഹെൽത്തി സ്നാക്സ് തന്നെ വേണമെന്നില്ല, ഹെൽത്തി സ്നാക്സ് വെക്കാം. എൻ്റെ മക്കൾ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര ചൂസിയാണ്. അത് കാരണം എനിക്ക് ധൈര്യമായിട്ട് വെക്കാം. ഒരു 1-2 ബിസ്ക്കറ്റേ കഴിക്കുകയുള്ളൂ കേട്ടോ. പക്ഷേ എന്നാലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരുന്ന സമയത്ത് അവർക്ക് വിശന്നാൽ അവർക്ക് തന്നെ എടുത്ത് കഴിക്കാമല്ലോ. അവരോട് മാത്രമല്ല, ബിസ്ക്കറ്റോ അതിൻ്റെ ചിപ്സിൻ്റെ ഒക്കെ കവർ പൊട്ടിച്ചാൽ തിരിച്ചൊരു സിപ്പർ ലോക്കിൽ ഇട്ട് വെക്കാനായിട്ടുള്ള ഓപ്ഷനും കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് മീൽ പ്ലാനിങ്. മീൽ പ്ലാനിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐക്കാർഡിലും കൊടുത്തേക്കാം. ഇതുവരെയും മീൽ പ്ലാനിങ് ചെയ്തിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ദയവായി ചെയ്തു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് അതുകൊണ്ട് ഉണ്ടാവും. അടുത്തത് ഫിൽ ദ ഫ്യൂൽ. അതായത് തിങ്കളാഴ്ച രാവിലെ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും പെട്രോൾ ടാങ്കിൽ ഒരു തുള്ളി പെട്രോൾ ഇല്ലെന്നറിയുന്നത്. പെട്രോൾ പമ്പിൽ റഷ് ഒഴിവാക്കാനായിട്ട് നേരത്തെ തന്നെ ഫ്യൂൽ ടാങ്ക് ഫില്ല് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് പ്ലാൻ ആൻഡ് പ്രയോറിറ്റൈസ്. നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ടു ഡു ലിസ്റ്റിൽ എഴുതി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകും. ഫോർ എക്സാമ്പിൾ, ഈ ഒരാഴ്ച നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്, അതല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ള പ്രോജക്ട്സൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഹോംവർക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ അസൈൻമെൻറ്റ്സോ അത് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാനുള്ളതെന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയ്സോ അല്ലെങ്കിൽ ആനിവേഴ്സറീസോ ഒക്കെ വരുന്നെങ്കിൽ അതും ഒന്ന് ആ വീക്കിലാണ് വരുന്നതെങ്കിൽ അതും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ റിമൈൻഡർ മൊബൈലിൽ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ എന്നെപ്പോലെ ഓൾഡ് സ്കൂൾ ടെക്നിക്ക് ഫോളോ ചെയ്യുന്നൊരു പേപ്പർ പെൻ പേഴ്സണാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഓരോന്നിൻ്റെയും അറ്റത്തൊരു ടിക്ക് മാർക്ക് കിട്ടുമ്പോൾ ഒരു ഭയങ്കര അക്കംപ്ലിഷ്ഡ് ഫീലിംഗ് ആയിരിക്കും തോന്നുന്നത് അല്ലേ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡിക്ലട്ടർ ആൻഡ് റിജുവനേറ്റ്. മെൻ്റലി, ഫിസിക്കലി ആൻഡ് ഡിജിറ്റലി ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക. അതുകൂടാതെ നല്ലൊന്ന് ഫ്രഷായിട്ട് നമ്മൾ പുതിയ ആഴ്ചയെ വരവേൽക്കാം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ പലപ്പോഴായി സംഭവിച്ചതും അതെല്ലാം ഞാൻ ഓവർകം ചെയ്യാനായിട്ട് കണ്ടെത്തിയ ടിപ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടിപ്സൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എന്തായാലും വീഡിയോ ഇത്രയും നേരം ക്ഷമയോടെ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സൂസ് പെപ്പർകാൻഡി.